ഹായ് ഫ്രണ്ട്സ്, വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു വോൾ ഹാങ്ങിങ് ആണ് ഇന്ന് ചെയ്യുന്നത്. അത് വേസ്റ്റാക്കി നമ്മൾ ഇടുന്ന ഒരു കാർഡ്ബോർഡാണിത്. ആ ഒരു കാർഡ്ബോർഡിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തിൽ ഒരു ലെയർ മാറ്റിയപ്പോൾ താണ്ടില്ലേ, ഇതുപോലെ നല്ലൊരു കാണിക്കുന്നത് നല്ലൊരു ടെക്സ്ചറായിട്ടുള്ളൊരു ഏറ്റവും മുകളിലത്തെ പ്രതലം നമുക്ക് കിട്ടി. അതിൻ്റെ അകത്ത് വീണ്ടും ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ കട്ടിംഗ് ബ്ലേഡ് കൊണ്ട് വെറുതെ ഒന്ന് കുതയ്ക്കുമ്പോൾ നല്ലൊരു അമർത്തമ്പം തന്നെ ആ ഒരു ഷേപ്പ് നമുക്ക് ചെറിയ സിസർ കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ തുണിസഞ്ചിയാണ്. അപ്പോൾ ഈ തുണിസഞ്ചി ഇവിടെ വേസ്റ്റാക്കി ഇട്ടിരുന്നതായിരുന്നു. നോക്കിയപ്പോൾ നല്ലൊരു പശപ്പും ഉണ്ട്, അതുപോലെ നല്ല ടൈറ്റ് നമ്മൾ സാധാരണ ഫ്ലവർ മേക്കിങ്ങിൻ്റെ ഓർഗാനിക് ക്ലോത്ത് പോലെ തോന്നി. അപ്പോൾ അത് ഞാൻ നേരെ അതിൻ്റെ ഒരു കൈപ്പിടിയെല്ലാം കട്ട് ചെയ്തിട്ട് കുറേ പീസുകളാക്കി നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് ആ നീളത്തിൽ കട്ട് ചെയ്തതിനെ വീണ്ടും അത് സമചതുരമായിട്ട് കണ്ടില്ലേ, രണ്ടെണ്ണം ചേർത്താണ് മടക്കിയിരിക്കുന്നത്. ആ രണ്ടെണ്ണം ചേർത്ത് മടക്കിയതിൽ ഒരു ഇലയുടെ ഷേപ്പ്, ഒരു ലീവ്സിൻ്റെ ഷേപ്പ് അതിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു ലീവ്സിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു 7-8 ലീവ്സുകൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൊരു മീഡിയം സൈസ് വോൾ ഹാങ്ങിങ്. വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. വേസ്റ്റാക്കി ഇട്ടിരിക്കുന്ന ഒരു മെറ്റീരിയൽസാണ് ഇതെല്ലാം. ആ ഒരു ലീവ്സിനെ കണ്ടില്ലേ, ഏറ്റവും താഴത്തെ ഭാഗം ചെറുതായിട്ടൊന്ന് മടക്കി അതിനേതാ ഇതുപോലെ ഈ കാണിക്കുന്നത് പോലെ ഒന്ന് മടക്കി വെച്ചിട്ട് സ്റ്റാപ്ലർ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഗമ്മ് ഒട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റാപ്ലർ അടിച്ചെടുത്ത് കഴിഞ്ഞ് ഇനിയെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു സെൻറ്ററിൽ ഈ കാണിച്ചതുപോലെ എഴികളായിട്ട് ഒട്ടിച്ചെടുത്ത് ആ സ്റ്റാപ്ലർ അടിച്ചതിന് നമ്മൾ ഒരു സൈഡ് കംപ്ലീറ്റ് ക്രമീകരിച്ചതിന് ഒരു ലീവ്സിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ചെടുത്ത് അതിൻ്റെ ബാലൻസ് ഈ ഒരു സൈഡിൽ ഇങ്ങനെ വെറുതെ കിടന്നപ്പോൾ ഞാൻ വിചാരിച്ച ആ ഒരു കട്ട് ചെയ്തതിൻ്റെ തന്നെ ബാലൻസ് കിട്ടി. അതിനെ ഞാൻ സ്റ്റാപ്ലർ ചെയ്ത് ആ മറുഭാഗത്ത് ഒട്ടിച്ചെടുത്ത് ഇനി ഇതിൻ്റെ ബാക്കിൽ ഇതും വേസ്റ്റാക്കി ഇട്ടിരുന്ന ഒരു ക്ലോത്താണ്, മോളുടെ ഡ്രസ്സിൽ ഒരു ക്ലോത്തായിരുന്നു. അത് കട്ട് ചെയ്ത് അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് അത് ഞാൻ ഒട്ടിച്ചെടുത്ത് ഇനി ആ ഒരു ലീവ്സിൻ്റെ അകത്തോട്ട് ഇത് ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് ഒരു ലീവ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഐറ്റംസുകൾ വെച്ച് ഞാനത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഒരു ചെറിയ ബട്ടർഫ്ലൈ, അതും ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ 2 പീസ്, അതായത് ഒരു പീസ് ഇതുപോലെ മടക്കി അത് തച്ചെടുക്കുകയാണ്, വേറൊരു പീസും അതേപോലെ തന്നെ മടക്കി തച്ചിട്ട് അത് ഒട്ടിച്ചെടുക്കുമ്പോഴത്തേക്ക് തന്നെ ബട്ടർഫ്ലൈ എന്ന് മനോഹരമായിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.